പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് കുറ്റൂരിലെ അത്ഭുത ഉണ്ണിമിശ്ര ദേവാലയത്തിലാണ്. ഞാൻ ഇവിടെ ഇത് 3-ാം തവണയാണ് വരുന്നത്. എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. BSc നഴ്സിംഗ് കഴിഞ്ഞ് അബ്രോഡ് പോകാൻ വേണ്ടി പ്രോമെട്രിക് എക്സാം പാസ്സായ ആളാണ്. ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂസ് പാസ്സാവുകയും മെഡിക്കൽ വരുമ്പോൾ റിജക്റ്റ് ആവുകയും ചെയ്തിരുന്നു. 3 തവണ ഇത് തുടർന്നു. ലാസ്റ്റ് എല്ലാത്തിനോടും ഒരു മടുപ്പായി. എൻ്റെ പ്രയർ ലൈഫൊക്കെ ഡൗൺ ആയി തുടങ്ങി. പ്രാർത്ഥിക്കുന്നതിൽ ഒരു കോൺഫിഡൻസ് കുറവ് എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി. എന്നെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആളായിരുന്നു. ഞാൻ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും കാണുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുകയും കപടഭക്തിയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. താഴെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച ശേഷം ഈ സ്ലീവാപ്പാറയുടെ അടുത്തും അപ്പുറത്തുള്ള ബെത്ലഹേം ഗ്രോട്ടോയിലും ഞാൻ സന്ദർശിച്ചു. ഇവിടെ ഈ സ്ലീവാപ്പാറയുടെ ചുവട്ടിൽ വന്നു നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് പുറത്തു പോകണം, നീ കൂടെ ഉണ്ടാകണം, സഹായിക്കണം, നിനക്കല്ലാതെ മറ്റാർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനാവില്ല. അപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ ഒരു കറണ്ട് അടിക്കുന്ന അനുഭവം ഉണ്ടാവുകയും എന്റെ ഡൗൺ ആയിരുന്ന മനസ്സിൽ ഒരു നല്ല ധൈര്യം കിട്ടിയ ഫീൽ ഉണ്ടാവുകയും ചെയ്തു. ഇവിടുന്ന് പോയി കൃത്യം 3-ാം ദിവസം എനിക്ക് ആ സൗദിയിലേക്കുള്ള ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് റെഡിയായി. ഓൾറെഡി 3-ലധികം ഇന്റർവ്യൂ പാസ്സാവുകയും മെഡിക്കൽ വരെ എത്തി അൺഫിറ്റ് ആവുകയും ചെയ്ത് എനിക്ക് ഇത് വീട്ടിലോ മറ്റാരോടുമോ പറയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. സോ ഞാൻ ആരോടും പറയാതെ മൂവാറ്റുപുഴയിൽ ഒരു ഏജൻസി നടത്തി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും തിരിച്ചു പോരുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരികയും എപ്പോഴത്തെയും പോലെ ഈ ഇന്റർവ്യൂ ഞാൻ പാസ്സാവുകയും ചെയ്തു. പിന്നീട് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ മെഡിക്കലിനുള്ള അപ്പോയിൻമെന്റ് എനിക്ക് ലഭിക്കുകയും മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് പോവുകയും വേണ്ടി വന്നു. സാധാരണഗതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ലീവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിലും ലീവിന് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ലീവ് കിട്ടുക. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് 3 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുകയും മെഡിക്കലിന് പോകാനുള്ള സാഹചര്യം കർത്താവായിട്ട് തന്നെ ഒരുക്കി തരികയും ചെയ്തു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 2 തിങ്കളാഴ്ച വൈകിട്ട് കോഴിക്കോടേക്ക് മെഡിക്കലിന് വേണ്ടി പോയി. മെഡിക്കലിന് എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടിയത് 3-ാം തീയതി രാവിലെ 10 മണിക്കാണ്. അവിടെ ചെന്ന് മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് സന്തോഷത്തോടു കൂടി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ റിപ്പോർട്ട് വന്നു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും സന്തോഷങ്ങളും തകർക്കുന്ന രീതിയിലായിരുന്നു ആ റിപ്പോർട്ട്. ഈ തവണയും മെഡിക്കൽ അൺഫിറ്റ് ആവുകയാണ് ചെയ്തത്. ഞാൻ അൺകൺട്രോളായി കരഞ്ഞുപോയി. അവിടെ ഉണ്ടായിരുന്നവർ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സാരമില്ല, അടുത്ത തവണ ശരിയാകും എന്നൊക്കെ പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ റിജക്റ്റ് ആകുന്നത് എന്ന് പറയാം. നഴ്സുമാർക്കും മെഡിക്കൽ ഇതിനു മുമ്പ് എടുത്തവർക്കും അറിയാം, മെഡിക്കലിൽ നമുക്ക് ചെസ്റ്റ് എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും എല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ അവർ നോക്കുന്നത് ഈ ചെസ്റ്റ് എക്സ്റേ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ GCC കൺട്രീസിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് റൂൾ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ചെറുപ്പത്തിൽ ന്യൂമോണിയ വന്നതിന്റെ ഭാഗമായി എൻ്റെ ചെസ്റ്റിലൊരു മാർക്ക് വീണിട്ടുണ്ട്. അതുമൂലമാണ് എൻ്റെ മെഡിക്കൽ എല്ലാം റിജക്റ്റ് ആയത്. ആദ്യത്തെ തവണ മെഡിക്കൽ കഴിഞ്ഞ് ഞാൻ 6 മന്ത് മെഡിസിൻസ് എടുത്തിരുന്നു. അതിനുശേഷമാണ് സെക്കൻഡ് മെഡിക്കൽ ഞാൻ എടുത്തത്. അത് കഴിഞ്ഞ് 5 മന്ത് കൂടെ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ മെഡിക്കൽ ഞാൻ എടുത്തത്. ഈ എക്സ്റേയിലും ആ മാർക്ക് അങ്ങനെ തന്നെ ഉള്ളത് കൊണ്ടാണ് എൻ്റെ മെഡിക്കൽ അൺഫിറ്റ് ആയത്. റിസൾട്ട് കണ്ട് കരഞ്ഞുകൊണ്ട് നിന്ന എന്നെ കണ്ട അവിടുത്തെ ഒരു സ്റ്റാഫ് ഒരു മനസാക്ഷി ഇല്ലാതെ എന്നോട് പറഞ്ഞു, സിസ്റ്റർക്ക് ഇനി ഒരു GCC കൺട്രീസിലോട്ടും പോകാൻ സാധിക്കില്ല എന്ന്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം അവിടെ അവസാനിച്ചതായി എനിക്ക് തോന്നിപ്പോയി. പണ്ടൊരു ധ്യാനത്തിന് പോയപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞതാണ്, മോളെ പ്രത്യേകമായി ഈശോ നേഴ്സായിട്ട് തെരഞ്ഞെടുത്തതാണ് എന്ന്. എൻ്റെ ഫോണിന്റെ വാൾപേപ്പർ കുറ്റിലു ഉണ്ണീശോയുടെ രൂപമായിരുന്നു. ആ രൂപം നോക്കി ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്നോട് വീണ്ടും ഇങ്ങനെ? നീ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തതാണെങ്കിൽ എന്തുകൊണ്ട് വീണ്ടും ഞാൻ ഇന്റർവ്യൂ പാസ്സായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് കരഞ്ഞു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു എന്ന്. അപ്പോഴും ഞാൻ കരയുകയായിരുന്നു. എൻ്റെ ഫോണിലെ വാൾപേപ്പറിലെ ഉണ്ണീശോയെ നോക്കി ഞാൻ ചോദിച്ചു, എൻ്റെ കണ്ണീര് കാണാനാണോ നിനക്ക് ഇഷ്ടമെന്ന്. ഞാൻ പറഞ്ഞു, ഇനി ലിബിന ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയില്ല, പഴയതുപോലെ പ്രാർത്ഥിക്കില്ല, പള്ളിയിൽ പോകില്ല, സ്പിരിച്വൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം കടന്നു വന്നത്. ആ വചനം ഇതാണ്, ഏഷ്യ 53:7. ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ തന്നെ മറ്റൊരു സ്റ്റാഫ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സിസ്റ്റർക്കറിയാം എക്സ്റേയിൽ ഇങ്ങനെ ഒരു മാർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു GCC കൺട്രീസിലോട്ടും പോകാൻ പറ്റില്ല എന്ന്. നമുക്കൊരു CT കൂടെ ചെയ്തു നോക്കാം,
ഒരു മറ്റൊരു ഹയർ സെന്ററിലോട്ട് ഞങ്ങൾ റെഫർ ചെയ്യാം. അവിടെ ചെന്ന് ഒരു CT കൂടെ ചെയ്തു നോക്ക്. അവരുടെ നിർദ്ദേശപ്രകാരം ഒരു ഓട്ടോ വിളിച്ച് ഞാൻ ഈ സെന്റർ ലക്ഷ്യമാക്കി പോയി. പോകുന്ന വഴിക്കും ഞാൻ കരച്ചിലായിരുന്നു. എൻ്റെ കരച്ചിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓട്ടോക്കാരനും എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കരയണ്ട, ശരിയാകും എന്ന് ഓട്ടോക്കാരനും എന്നോട് പറയുകയും ചെയ്തു. ഓട്ടോയിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ പ്രിൻസസിന്റെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നോട്ടീസ് ബോർഡിൽ നിന്നാണ് എനിക്ക് അച്ഛൻ്റെ നമ്പർ കിട്ടിയത്. എനിക്ക് പേഴ്സണലി അച്ഛനെ അറിയത്തില്ലായിരുന്നു. എന്തെങ്കിലും പെയർ റിക്വസ്റ്റ് വന്നാൽ അച്ഛനെ കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അന്ന് ഞാൻ നമ്പർ എടുത്തു വെച്ചത്. ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛ, എൻ്റെ മെഡിക്കൽ വീണ്ടും റിജക്റ്റ് ആയി. എനിക്ക് ഇപ്പൊ CT എടുക്കാൻ വേണ്ടി എന്നെ അവിടുന്ന് വേറൊരു സെന്ററിലോട്ട് വിട്ടേക്കുവാണ് എന്ന് ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, പള്ളിയിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ അവിടെ ഇരുന്ന് ഉണ്ണീശോയോട് പറഞ്ഞോളാം, നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോളാൻ എന്നോട് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സെന്ററിലെത്തി. കണ്ണീരോടുകൂടി തന്നെയാണ് CTക്ക് കയറിയത്. റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ശരീരമാകെ തളരുന്ന പോലെ ഫീൽ ചെയ്തു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, പുറത്ത് ഭയങ്കര ചൂടും. റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിരുന്ന ടൈമിൽ ഞാനൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ 2 വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ആ വചനം ഇതാണ്: യേശയ്യാ 66:12-13 വാക്യം. അതുപോലെ പുറപ്പാടിന്റെ 33:17, നീ ആവശ്യപ്പെട്ട കാര്യം നിനക്ക് ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ആ സമയം പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് എന്റെ റിപ്പോർട്ടുമായി വന്നു. ഞാൻ പേയ്മെന്റ് ചെയ്ത് എന്റെ റിപ്പോർട്ട് വാങ്ങി തുറന്നു നോക്കിയപ്പോൾ ഞാൻ വണ്ടർ ആയിപ്പോയി. എന്റെ റിപ്പോർട്ടിൽ റിസൾട്ട് വന്നിരിക്കുന്നത് ഞാൻ ഫിറ്റ് ആണ് എന്ന് പറഞ്ഞാണ്. ഞാൻ ആ റിപ്പോർട്ടും കൊണ്ട് ആദ്യം മെഡിക്കൽ ചെയ്ത സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചുപോയി. പോകുന്ന വഴിക്ക് ഞാൻ ഉണ്ണീശോയ്ക്ക് 1000 നന്ദിയും സ്തുതിയും പറഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അവർക്കും ഈ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതമാണ് ഉണ്ടായത്. വളരെ റെയർ ആയിട്ടാണ് അൺഫിറ്റ് ആയ ഒരു മെഡിക്കല് ഫിറ്റായി വെരിഫൈ ആയി പോകുന്നത്. ഉണ്ണീശോ എനിക്ക് തന്ന ഈ അനുഗ്രഹം കുറ്റൂരുപള്ളിയിൽ ഒരു സാക്ഷ്യമായി പറയാൻ എനിക്ക് സാധിച്ചു. അതിന് എനിക്ക് അവസരം തന്ന എന്റെ സ്പിരിച്വൽ ഫ്രണ്ടായ പ്രിൻസസിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് പനിയായിരുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഈ വീഡിയോയുടെ 95% ഞാൻ റെക്കോർഡ് ചെയ്തത് കുറ്റൂരിൽ നിന്നാണ്. അന്ന് ഫോൺ ഓഫ് ആയി പോയതിനാൽ എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഈ ഭാഗം ഞാൻ ഇവിടെ സൗദിയിൽ എന്റെ മുറിയിൽ ഇരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഉണ്ണീശോയുടെ അനുഗ്രഹത്താൽ ഞാൻ ഇവിടെ ജോലിക്ക് കയറിയിട്ട് ഏകദേശം 1 മാസത്തോളം ആകുന്നു. നല്ല രീതിയിലൊക്കെ പോകുന്നു. ഞാൻ ഇവിടെ NICUലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ആലയത്തിലെ ശുശ്രൂഷകളെ കുറിച്ച് പറയാം. സാധിക്കുന്നവർക്ക് പോയി പങ്കുചേരാമല്ലോ. ഇവിടെ എല്ലാ ആദ്യ വ്യാഴാഴ്ചകളിലും ഏകദിന ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. അതുപോലെ തന്നെ 3 നിയോഗങ്ങൾ സമർപ്പിച്ച് ഉണ്ണീശോയോടുള്ള 33 ദിവസത്തെ ഉടമ്പടി എടുക്കാനും പുതുക്കാനും ഇവിടെ സാധിക്കും. അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പള്ളിയുടെ മുന്നിലുള്ള സ്റ്റാളിൽ നിന്ന് അറിയാൻ സാധിക്കും. എല്ലാ 2ാം വ്യാഴാഴ്ചകളിലും ഇവിടെ നൈറ്റ് വിജിൽ നടത്തപ്പെടുന്നുണ്ട്. ഒപ്പം കുംഭസാരം, കൂടുതുറന്നുള്ള വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, കൗൺസിലിംഗ്, ഉണ്ണീശോയോടുള്ള നൊവേന, നേർച്ചഭക്ഷണം എന്നിവയുമുണ്ട്. സാധിക്കുന്നവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുമല്ലോ. ഉണ്ണീശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.